ഈ ക്രോണിക് സ്ട്രെസ് അല്ലെങ്കിൽ ഡിസ്ട്രെസ്, യൂസ്ട്രെസ്, ക്രോണിക് സ്ട്രെസ് അതല്ലെങ്കിൽ അത്തരമായിട്ടുള്ള സ്ട്രെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ നോർമലി അഫക്റ്റ് അവർ പ്രൊഡക്ടിവിറ്റി, അതെ. പെർഫോമൻസ് കുറയ്ക്കും. പിന്നെ ഈ സൈക്കോളജിക്കൽ സേഫ്റ്റി തന്നെ ഒരു സ്വിച്ച് പോലെയല്ല, അതൊരു ലാഡർ പോലെയാണ്. അപ്പോൾ അതിന് 4 ലെവലാണുള്ളത്. അതിനകത്ത് ഫസ്റ്റ് ഇപ്പോൾ ഇൻക്ലൂഷൻ സേഫ്റ്റി, ലേണർ സേഫ്റ്റി, കോൺട്രിബ്യൂട്ടർ സേഫ്റ്റി ആൻഡ് ചലഞ്ചർ സേഫ്റ്റി. അപ്പോൾ അതിനകത്ത് ഇൻക്ലൂഷൻ സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അതൊരു ഫയർ പ്ലേസ് പോലെയാണ്. ഫയർ പ്ലേസിൽ ആദ്യം നമ്മളവിടെ പെർഫോം ചെയ്യുകയോ നമ്മളവിടെ പോയി സംസാരിക്കുകയോ വേണ്ട. നമുക്കവിടെയുള്ള ഇരിക്കാനുള്ള ബീയിങ് എ പാർട്ട് ഓഫ് ദാറ്റ് ടീം എന്ന് ഫീൽ ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ മനുഷ്യ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രൈബാണ്. ഓരോ ട്രൈബിലും ആ ട്രൈബിലെ ഒരാൾ മരിക്കുന്നത് അയാളുടെ ഫിസിക്കൽ ഡെത്ത് ഉണ്ടാകുമ്പോഴല്ല, അയാൾ ആ ട്രൈബിൽ നിന്ന് എക്സ്ക്ലൂഡഡ് ആകുമ്പോഴാണ്. നമ്മൾ പല പല ടീമുകളിലെ മെമ്പറാണ്, നമ്മുടെ കുടുംബം, നമ്മുടെ സമൂഹം, നമ്മുടെ ഓർഗനൈസേഷൻ. അപ്പോൾ ഇതിൽ നിന്നുള്ള എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണതുല്യമാണ്. പല ആളുകളും നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും അവർ സൈക്കോളജിക്കലി എക്സ്ക്ലൂഡഡ് ആണ്. അപ്പോൾ ഒരു ടീമിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് വി ഷുഡ് ഫീൽ ബീയിങ് എ പാർട്ട് ഓഫ് ദ ടീം. നമ്മൾ അതിൻ്റെ ഒരു ഭാഗമാണെന്ന് നമുക്ക് തോന്നണം. അപ്പോൾ അതെങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നമ്മൾ ഈ അടുത്ത് ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ കണ്ടു. അപ്പോൾ ആ വീഡിയോയുടെ ടൈറ്റിൽ ഇതായിരുന്നു, വി പുട്ട് പീപ്പിൾ ഇൻ ബോക്സസ്. ഒരുപാട് ആളുകൾ ഒരുമിച്ച് വരുന്നു, അവരെല്ലാവരും ഗ്രൗണ്ടിൽ കുറേ ബോക്സസ് വരച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ എല്ലാവരെയും ഓരോ ബോക്സിൽ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. പ്രായമായവർ, ചെറുപ്പക്കാർ, വിദ്യാഭ്യാസമുള്ളവർ, വിദ്യാഭ്യാസമില്ലാത്തവർ, ഇമിഗ്രൻസ്, അങ്ങനെയുള്ള ആളുകൾ. അങ്ങനെ ആ വീഡിയോ ആ ഒരു സോഷ്യൽ എക്സ്പെരിമെൻ്റ് കോർഡിനേറ്റ് ചെയ്യുന്നയാൾ മുന്നോട്ട് വന്നിട്ട് ഓരോരോ കാറ്റഗറി ആയിട്ട് ഓരോരോ സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ്. നിങ്ങൾ ഡാൻസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ മുന്നോട്ട് വരിക. എല്ലാ ബോക്സിൽ നിന്നുള്ള കുറേ പേർ മുന്നോട്ട് വന്നു. നിങ്ങളിൽ സ്റ്റെപ്പ് പേരൻസ് മുന്നോട്ട് വരിക, കുറേ പേർ മുന്നോട്ട് വന്നു. നിങ്ങളിൽ ക്യാൻസറിനെ അതിജീവിച്ചവർ മുന്നോട്ട് വന്നു. അപ്പോൾ അദ്ദേഹം അവസാനം പറയുന്നത്, നമ്മൾ ആൾക്കാരെ പല പല ബോക്സുകളിലാണ് ഇടുന്നത്. ഇയാൾ ഇങ്ങനെയാണ്, ഈ ഗ്രൂപ്പ് ഇങ്ങനെയാണ്. പക്ഷേ നമ്മൾ അവരെ ഒന്നിപ്പിക്കുന്ന കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നിപ്പിക്കുന്ന കാര്യങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളെപ്പോഴും വി ഷുഡ് നോട്ട് ലുക്ക് ഫോർ തിങ്സ് ദാറ്റ് ഡിവൈഡ് പീപ്പിൾ. ആൾക്കാരെ ഭിന്നിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കരുത് നമ്മൾ നോക്കുന്നത്. ഇവരെ ഒന്നിച്ച് നിർത്താൻ എന്താണുള്ളത് എന്ന് വേണം നമ്മൾ എപ്പോഴും ചിന്തിക്കാൻ. അതാണ് ഇൻക്ലൂഷൻ സേഫ്റ്റിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അതിനകത്ത് നമ്മളെപ്പോഴും ആൾക്കാരെ വിധിക്കാറുണ്ട്. അതാണ് ആ ഇൻക്ലൂഡ് ചെയ്യാൻ ആൾക്കാർക്ക് ഇൻക്ലൂഡഡ് ആയിട്ട് ഫീൽ ചെയ്യാത്തത്. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. മൃദുൽ, അഭയ്, ഈ 2 ആളുകൾ. അതിൽ മൃദുൽ ഒരു മണിക്കൂറിൽ 10 കിലോമീറ്റർ ഓടുന്നു. അഭയ് 1.5 മണിക്കൂറിൽ 10 കിലോമീറ്റർ ഓടുന്നു. അപ്പോൾ ഇതിൽ ആരാണ് ഫിസിക്കലി സുപ്പീരിയർ എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ആരാണ് സുപ്പീരിയർ എന്ന് തോന്നും? ഒരാൾ 10 കിലോമീറ്റർ 1 മണിക്കൂറിൽ ഓടുന്നു, ഒരാൾ 10 കിലോമീറ്റർ 1.5 മണിക്കൂറിൽ ഓടുന്നു. തീർച്ചയായിട്ടും ആദ്യത്തെ ആളുടെ പേരാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. അത് കഴിഞ്ഞ് ഒരു ഇൻഫർമേഷൻ കൂടി തരികയാണ്. ആദ്യത്തെ ആൾ ഓടിയത് ഒരു പ്രിപ്പയർഡ് ട്രാക്കിലാണ്, രണ്ടാമത്തെ ആൾ ഓടിയത് ഒരു സാൻഡി ട്രാക്കിലാണ്. ഇപ്പോൾ നമ്മുടെ ഉത്തരം രണ്ടാമത്തെ ആളുടെ കൂടെ ആയിരിക്കും. ഒരു ഇൻഫർമേഷനും കൂടി ആഡ് ചെയ്യുകയാണ്. ആദ്യത്തെ ആൾക്ക് 50 വയസ്സും രണ്ടാമത്തെ ആൾക്ക് 25 വയസ്സുമാണ്. ഇപ്പോൾ നമ്മൾ പറയും, എന്നാൽ 50 വയസ്സുള്ള ആൾ 1 മണിക്കൂർ കൊണ്ട് ഓടിയല്ലോ, അപ്പോൾ അയാളായിരിക്കും കൂടുതൽ. അത് കഴിഞ്ഞ് ഒരു ഇൻഫർമേഷൻ കൂടി ആഡ് ചെയ്യുകയാണ്. ആദ്യത്തെ ആളുടെ വെയിറ്റ് രണ്ടാമത്തെ ആളുടെ വെയിറ്റ് 140ഉം ആദ്യത്തെ ആളുടെ വെയിറ്റ് 50ഉമാണ്. അപ്പോൾ നമ്മൾ പറയും ആദ്യത്തെ ആളാണെന്ന്. അപ്പോൾ നമ്മൾ ഒരാളെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ അറിയും തോറും നമ്മുടെ അഭിപ്രായങ്ങൾ മാറും. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് ഒരാളെക്കുറിച്ച് ഒന്നും അറിയാൻ ശ്രമിക്കാതെ അയാൾ എന്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അറിയാനുള്ള ഒരു എഫേർട്ട് എടുക്കാതെ നമ്മൾ അവരെ വിധിക്കുന്നു. ആ വിധിക്കുന്നതിലൂടെ അവർ നമ്മളിൽ നിന്നും അകന്നു പോകുന്നു. നമ്മൾ അവരെ എക്സ്ക്ലൂഡഡ് ആക്കുന്നു. അതിലൂടെയാണ് നമുക്ക് ആ ബന്ധവും ആ വ്യക്തിയും നഷ്ടപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും
ഏറ്റവും കനിവാർന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് അവരെന്തിലൂടെയാണ് കടന്നു പോകുന്നത് അത് മനസ്സിലാക്കാനുള്ള ഒരു എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ്. ഓരോ സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ടെടുക്കുമ്പോഴും അവരെക്കുറിച്ചുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും. ആ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ അവരെക്കുറിച്ചുള്ള പെർസ്പെക്റ്റീവ് മാറും. അപ്പോൾ നമ്മളുടെ ഭാഗത്തുനിന്ന് അവരെക്കുറിച്ച് അറിയാനുള്ളൊരു എഫേർട്ട് എടുക്കുന്നതാണ് അവരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. ഞാൻ ബിസിനസ് ലീഡേഴ്സിന് ഈ ഒരു ഫ്രെയിംവർക്ക് കൊടുക്കാറുണ്ട്, ഇക്വിറ്റി മെട്രിക്സ് ഫ്രെയിംവർക്ക്. കാരണം നമ്മുടെ ഓർഗനൈസേഷനിൽ വരുന്ന ആളുകൾ പലരും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളതായിരിക്കും. അതെ. ഇപ്പോൾ നമുക്കറിയാം, രണ്ട് പൊക്കമുള്ള ആൾക്ക് ഒരു വാളിൻ്റെ സൈഡിൽ നിർത്തി കഴിഞ്ഞാൽ പൊക്കമുള്ള ആൾക്ക് പുറമെയുള്ള ലോകം കാണാൻ സാധിക്കും, പൊക്കം കുറഞ്ഞ ആൾക്ക് പുറമെ ലോകം കാണാൻ സാധിക്കില്ല. പക്ഷെ പൊക്കം കുറഞ്ഞ ആൾക്ക് താഴെ ഒരു ലെവൽ പ്ലേയിങ് ആയിട്ടുള്ള ഒരു എലിവേഷൻ പ്ലാറ്റ്ഫോം കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് കാണാൻ സാധിക്കും. അപ്പോൾ അതിന് ലെവൽ പ്ലേയിങ് എന്ന് പറയും. ഒരു ഓർഗനൈസേഷൻ്റെ ലീഡർ എന്ന നിലയിൽ അല്ലെങ്കിൽ ടീം ലീഡർ എന്ന നിലയിൽ എപ്പോഴും ഒരാൾ പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ നാം ശ്രമിക്കേണ്ടത് അദ്ദേഹത്തെ എങ്ങനെ എലിവേറ്റ്, ഇക്വിറ്റി എന്ന് പറയും. ഇക്വിറ്റി എന്ന് വെച്ചാൽ ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ റിസോഴ്സ് കൊടുക്കുക. അപ്പോൾ 5 അപ്പം ഉണ്ടെങ്കിൽ 5 പേർക്ക് ഒരേ അപ്പം വെച്ച് കൊടുക്കുക എന്നാണ് ഇക്വാലിറ്റി. പക്ഷെ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ അവന് ആവശ്യമുള്ളത് കിട്ടുന്നുണ്ടോ? എനിക്ക് അപ്പം ആവശ്യമില്ലായിരിക്കും, അത് അപ്പം കൊടുക്കണ്ട, അവന്റെ അപ്പം മറ്റവന് കൊടുത്താൽ അവന് ഗുണം കിട്ടും. ഈ ഒരു ഇക്വിറ്റി പ്രിൻസിപ്പിൾ നമുക്ക് വളരെയധികം നന്നായി യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് ജെഫ് ബെസോസ് ആമസോണിന്റെ അദ്ദേഹം 2 പിസ്സ റൂൾ എന്ന് പറയുന്ന റൂള് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയാറുണ്ട്, 2 പിസ്സ കഴിക്കാൻ കഴിയുന്ന ഒരു ടീമായിരിക്കും വർക്ക് ചെയ്യേണ്ടത്. അത് കൂടുതൽ 2 പിസ്സ കൊണ്ടുവന്നാൽ അത് കഴിക്കാൻ പറ്റുന്ന ആൾ ഏകദേശം 7 to 8 പേരായിരിക്കും ആ ടീമിൽ ഉണ്ടാകുന്നത്. അത് അദ്ദേഹം പറയാൻ കാരണം മൈക്രോ ടീമുകളായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുമ്പോഴാണ് കൂടുതൽ എഫക്റ്റീവ്നെസ് ഉണ്ടാകുന്നത്. ഈ ഇൻക്ലൂഷൻ പറയുമ്പോൾ അത് പറയാൻ കാരണം അത്രയും സോളിഡായിട്ട് ആളുകളെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചെറിയ ടീമുകളിൽ വർക്ക് ചെയ്യുമ്പോഴാണ്. അതാണ് ഗാന്ധി ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, നീ ഒരു തീരുമാനം എടുക്കുമ്പോൾ നിന്റെ ടീമിലെ ഏറ്റവും താഴെയുള്ള ഏറ്റവും ശേഷി കുറഞ്ഞ ആളെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കിയ ശേഷം മാത്രമേ തീരുമാനം എടുക്കാൻ സാധിക്കുള്ളൂ. ഇത് വേണമെങ്കിൽ എംപതി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഡിസൈൻ തിങ്കിങ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ സേഫ്റ്റിയുടെ ഒരു പാർട്ടായിട്ട് വിളിക്കാം. പക്ഷേ ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു ടീം ലീഡർ ചിന്തിക്കേണ്ട കാര്യം, ഞാൻ അങ്ങനെ കൺസിഡർ ചെയ്യുന്നുണ്ടോ എൻ്റെ എംപ്ലോയീസിൻ്റെ ടീം മെമ്പറിനെ? അതല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനിൽ എനിക്ക് അങ്ങനെ ഒരു ഇക്വിറ്റി കിട്ടുന്നുണ്ടോ, ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ലഭിക്കുന്നുണ്ടോ? എന്നാൽ മാത്രമേ ഹൈ പ്രൊഫൈൽ ആകാൻ സാധിക്കൂ എന്നുള്ളത് കൂടിയാണ് നമ്മുടെ വ്യൂവേഴ്സ് മനസ്സിലാക്കേണ്ടത്. അതെ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഈ ഓർഗനൈസേഷൻ്റെ ലീഡർക്ക് ഈ ഒരു കപ്പാസിറ്റി ഉണ്ടാവേണ്ടത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു പേഴ്സണൽ ബയാസ് അദ്ദേഹത്തെ ഹൈജാക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ വരരുത്. നമ്മളെപ്പോഴും ഇപ്പോൾ അദ്ദേഹം നമ്മുടെ ആദ്യം പറഞ്ഞത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഷുഡ് ഫസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, ദെൻ ട്രൈ ടു ബി അണ്ടർസ്റ്റുഡ്. നമ്മൾ ആദ്യം നമ്മളെ മനസ്സിലാക്കണമെന്നാണ് ആഗ്രഹിക്കുക, എന്നിട്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. പക്ഷേ ആദ്യം നമ്മൾ നമ്മുടെ മുന്നിലിരിക്കുന്ന വ്യക്തിയെ മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത്. സ്റ്റീവൻ കോവെ അദ്ദേഹത്തിൻ്റെ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന ബുക്കിൽ അദ്ദേഹം പറഞ്ഞ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്റ്റോറിയുണ്ട്. പാരഡൈം ഷിഫ്റ്റ് ഇൻ റിലേഷൻഷിപ്സ് എന്നുള്ളൊരു സ്റ്റോറിയാണ്. ഒരു തിരക്കിട്ട ബസ്സിൽ ഒരു അച്ഛനും 2 കുട്ടികളും കയറുന്നു. ആ 2 കുട്ടികൾ ആ ബസ്സിൽ കയറിയപ്പോൾ മുതൽ അവിടെ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കുകയാണ്. ആ യാത്രക്കാരുടെ ഡ്രസ്സ് പിടിച്ച് വലിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക, വലിയ ഒച്ചപ്പാടുണ്ടാക്കുക. ഈ അച്ഛൻ അവിടെ മൂലയിൽ വേറെന്തോ ചിന്തയിൽ വ്യാപൃതനായിരിക്കുകയാണ്. കുറേ കഴിഞ്ഞപ്പോൾ യാത്രക്കാരൊരാൾ സഹി കേട്ട് എഴുന്നേറ്റ് ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ മക്കളെ എങ്ങനെയാണ് വളർത്തേണ്ടതെന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന്. അപ്പോൾ പെട്ടെന്ന് ആ ചിന്തയിൽ നിന്ന് അദ്ദേഹം പുറത്തു വന്ന് ക്ഷമ ചോദിച്ചുകൊണ്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കുക, ഞാൻ ഇന്ന് ആശുപത്രിയിൽ നിന്ന് വരികയാണ്, ഇവരുടെ അമ്മ ഇന്ന് രാവിലെ മരിച്ചുപോയി, അപ്പോൾ ഇവരെ എങ്ങനെയാണ് വളർത്തേണ്ടതെന്നതിനെക്കുറിച്ച് എനിക്കും ഒരു ഊഹവുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഓരോ യാത്രക്കാരൻ്റെയും മനസ്സിൽ ഈ കുഞ്ഞുങ്ങളോടുണ്ടായ മാറ്റം, ചിന്തയിലുള്ള മാറ്റമാണ് പാരഡൈം ഷിഫ്റ്റ്. പിന്നെ അവരുടെ ഒച്ചപ്പാടും ബഹളങ്ങളും ഒന്നും അവർക്ക് അസഹനീയമായിരുന്നില്ല. കാരണം ആ കുഞ്ഞുങ്ങളോടുള്ള അനുകമ്പയാണ് അവരുടെ മനസ്സിൽ നിറഞ്ഞത്. സമാനമായ മനോഹരമായ കഥയുണ്ട്. ഒരു അച്ഛനും കുട്ടിയും കൂടി ട്രെയിനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടി വളരെയധികം ബഹളം വെക്കുകയാണ്. അത് അച്ഛ അതേ മരം ഓടുന്നു, അത് അച്ഛ അവിടെ ഒരു വാഹനം കാണുന്നു, അച്ഛ അവിടെ എന്തോ പോസ്റ്റ് കാണുന്നു, ഇങ്ങനെ എന്തൊക്കെയോ പുറത്തുള്ള എല്ലാ കാഴ്ചകളും ഈ കുട്ടി അലമുറ ഇട്ടുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ, കൂടിയിരുന്നവർക്ക് വളരെ അരോചകമായി തോന്നി. ഇതെന്തൊക്കെ എല്ലാവരും കാണുന്ന കാര്യമല്ലേ, മരമുണ്ട്, വൃക്ഷമുണ്ട്, വണ്ടിയൊക്കെ ഉണ്ട്, ഈ കുഞ്ഞ് എന്തുകൊണ്ടാണ് ഇങ്ങനെ അലമുറയിട്ട് നിലവിളിക്കുന്നത്? ഈ കുഞ്ഞിന്റെ അച്ഛനെ നിയന്ത്രിക്കാൻ പാടില്ല എന്ന് ചോദിച്ചു. അപ്പോൾ ആ അച്ഛൻ പറഞ്ഞത് എങ്ങനെയാണ്, ഞാനും ആശുപത്രിയിൽ നിന്ന് വരികയാണ്, ഈ കുഞ്ഞിന് ഇതുവരെ കണ്ണ് കാണാൻ സാധിക്കില്ലായിരുന്നു,
ഇപ്പോഴാണ് കാഴ്ച തിരിച്ചു കിട്ടിയത്. അതിൻ്റെ സന്തോഷത്തിൽ ഇവൻ കാണിക്കുന്ന ഓരോ ആക്രോശങ്ങളും ഒപ്പം തന്നെ ആഹ്ലാദ പ്രകടനവുമാണ് ഇതെന്ന്. ആ സന്തോഷത്തിൽ മറ്റുള്ള സഹയാത്രിക പങ്കാളികളാകുകയും ആ സന്തോഷം കൂടുതൽ മധുരമായി തീരുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത് മറ്റുള്ളവരെ മനസ്സിലാക്കുക. ഇതിനകത്ത് എനിക്ക് ഏറ്റവും അധികം ഞാൻ ഇന്ന ഹൈ പെർഫോമർ ആകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ട കാര്യം ട്രസ്റ്റ് എന്നുള്ളതാണ്. ഈ സൈക്കോളജിക്കൽ സേഫ്റ്റി ഫീൽ ചെയ്യുമ്പോഴാണ് ട്രസ്റ്റ് ഉണ്ടാകുന്നത്. ഒരു ടീമിൻ്റെ ഇപ്പം നമ്മൾ ഈ ഗൂഗിൾ അരിസ്റ്റോട്ടിൽ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ പ്രൊജക്ട് അരിസ്റ്റോട്ടിൽ അല്ലെങ്കിൽ ഓക്സിജൻ പോലുള്ള സ്റ്റഡികളിൽ കാണുന്നത് ട്രസ്റ്റാണ് ഒരു ഓർഗനൈസേഷൻ്റെ ടീമിനെ ബിൽഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ആ ഒരു സേഫ്റ്റി നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ റിപ്പോർട്ടിംഗ് ഓഫീസറിലെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കാര്യങ്ങൾ ധൈര്യമായി തുറന്നു പറയുവാൻ സാധിക്കുകയുള്ളൂ. എനിക്ക് ഒരു കാര്യത്തെ വിമർശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നതിൻ്റെ പാർട്ടായിട്ടാണ് ഈ പറഞ്ഞ സൈക്കോളജിക്കൽ സേഫ്റ്റിയുടെ ഓരോ കമ്പോണൻറ്റും. ഈ തുറന്നു പറയുന്ന കാര്യം പറഞ്ഞപ്പോൾ പിക്സാറിലുള്ള ഒരു കോൺസെപ്റ്റാണ് ടോക്കിംഗ് സ്റ്റിക്ക് എന്ന് പറയുന്നത്. ഓരോ മൂവിയുടെ അൺഫിനിഷ്ഡ് വെർഷൻ അവർ ആ കമ്പനിയിലുള്ള എല്ലാവരെയും കാണിക്കും. അത് ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ എക്സ്പീരിയൻസ്. അപ്പോൾ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ആളുകൾ വരെ ആ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാകും. അപ്പോൾ അദ്ദേഹം അവരുടെ ഏറ്റവും ഹിറ്റാവുന്ന ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു പ്രൊജക്റ്റായിരുന്നു ഫൈൻഡിങ് നീമോ എന്ന് പറഞ്ഞൊരു ആനിമേഷൻ മൂവി. അപ്പോൾ അതിൻ്റെ അൺഫിനിഷ്ഡ് കട്ട് കണ്ടുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ ഏറ്റവും മികച്ച ഡിസൈനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും നല്ല ആനിമേഷൻ മൂവീസ് ഉണ്ടാക്കിയ ഡയറക്ടേഴ്സൊക്കെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ ഓരോ ആൾക്കും ആ മൈക്ക് ഇങ്ങനെ കൈമാറിക്കൊണ്ടേയിരിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം തോന്നിയാൽ അവർക്ക് അതിനെ പോയിൻ്റ് ഔട്ട് ചെയ്യാം. ആരും ഒന്നും പറഞ്ഞില്ല. ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് കട്ട്, നമുക്ക് നേരെ ഫിനിഷ് ചെയ്ത് പ്രൊഡക്റ്റിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ ഒരു മാസം മുമ്പ് ജോയിൻ ചെയ്ത ഒരു ജൂനിയർ വിറയലാർന്ന കൈയോടെ അവൻ്റെ കൈ ഉയർത്തി. അപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ അവനിലേക്ക് വന്നു. അവൻ പേടിച്ച് സംശയത്തോടെ ഒരു കാര്യം പറഞ്ഞു. ആ അണ്ടർ വാട്ടർ, ഇതിൻ്റെ എല്ലാം നടക്കുന്നത് അണ്ടർ വാട്ടറിലാണ്, കാരണം എല്ലാം കടലിൻ്റെ അടിയിൽ നടക്കുന്നതാണ് ആനിമേഷൻ. അപ്പോൾ അണ്ടർ വാട്ടറിലെ ലൈറ്റിങ്ങിൽ ഒരു ചെറിയ ഇഷ്യൂ ഞാൻ കാണുന്നുണ്ട്, അത് കുറച്ച് ഡ്രൈ ആണ് എന്നുള്ളൊരു ഫീഡ്ബാക്ക് അവൻ പറഞ്ഞു. ആരും അവനെ വിമർശിച്ചില്ല, ആരും ചിരിച്ചില്ല, ആരും തുറിച്ചു നോക്കിയില്ല. എല്ലാവരും ഒന്നും കൂടി സ്ക്രീനിലേക്ക് നോക്കി, വീണ്ടും റിവൈൻഡ് ചെയ്ത് ആ ദൃശ്യങ്ങൾ കണ്ടു. അവസാനം ഒരുമിച്ച് അവർ എഗ്രി ചെയ്തു, ശരിയാണ്, ഇതിൽ ആ ലൈറ്റിങ്ങിൻ്റെ ഗ്രേഡിങ്ങിൽ ചെറിയൊരു മാറ്റം കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്ന്. പിന്നീട് അതിൻ്റെ ഡയറക്ടർ പറയുകയുണ്ടായി, ഈ ഒരു ചെറിയ കമൻ്റ് കൊണ്ട് അവർക്ക് ഒരുപാട് റീവർക്ക്, മില്യൺസ് ഓഫ് ഡോളേഴ്സ് വില വരുന്ന ഒരുപാട് റീവർക്ക് അവരുടെ മുന്നോട്ടുള്ള ആ ഒരു കാര്യങ്ങളിൽ അവർക്ക് സേവ് ചെയ്യാൻ സാധിച്ചു എന്ന്. അപ്പോൾ ഏറ്റവും ചെറിയ ഒരു നമ്മൾ നിസ്സാരനെന്ന് തോന്നുന്ന ഒരു ടീം മെമ്പർ പറയുന്ന ആ ഒരു സജഷൻ ആയിരിക്കാം നമ്മുടെ പ്രൊഡക്റ്റിനെ ഏറ്റവും മികച്ചതാക്കാൻ പോകുന്ന സജഷൻ. ഇതിൻ്റെ പിന്നിലൊരു മനോഹരമായ ഒരു ചരിത്രമുണ്ട്. പിക്സാർ ഇന്ന് മഹത്തരമായ ആനിമേഷനാണ്. പക്ഷെ ഒരു കാലത്ത് തുടക്കത്തിൽ ഏറ്റവും ബാഡ് ആയിട്ടുള്ളൊരു ആനിമേഷൻ പിക്ചറായിരുന്നു പിക്സാറിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പം അന്ന് സ്റ്റീവ് ജോബ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൻ്റെ ഒരു പാർട്ട്ണർ ആയിരുന്ന സമയത്ത് അവർ കൊണ്ടുവന്നൊരു ഒരു കഥയാണ് അല്ലെങ്കിൽ ഒരു സിസ്റ്റമാണ് ബ്രെയിൻ ട്രസ്റ്റ് സ്റ്റോറി ടെല്ലിംഗ്. അപ്പോൾ അത് ബ്രെയിൻ ട്രസ്റ്റ് മീറ്റിംഗ് എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ ആദ്യം മനു പറഞ്ഞു വിറയാർന്ന കൈകളോട് ഒരാൾ കൈവക്കി, കാരണം അദ്ദേഹത്തിന് പേടിയാണ് ഒരു സത്യം പറയാനായിട്ട്, ഒന്ന് വിമർശിക്കാൻ, ഫീഡ്ബാക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ ആ വലിയ പരാജയം നേരിട്ട സമയത്ത് ഇവ തീരുമാനിച്ച കാര്യമാണ്, വി വിൽ ഹാവ് ബ്രെയിൻ ട്രസ്റ്റ് മീറ്റിംഗ് എവരി വീക്കെൻഡ്. അപ്പം അന്ന് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം നിങ്ങളുടെ കാര്യങ്ങളെ വിശ്വാസത്തോടു കൂടിയും ധൈര്യത്തോടു കൂടിയും ഭയമില്ലാതെയും പറയുവാൻ സാധിക്കും. ഈ ബ്രെയിൻ ട്രസ്റ്റ് സ്റ്റോറി അല്ലെങ്കിൽ ബ്രെയിൻ ട്രസ്റ്റ് മീറ്റിംഗ് ആണ് പിന്നീട് ഈ പിക്സാറിനെ ഒരു ലെജൻഡ് ആയിട്ടുള്ള ഒരു ആനിമേറ്റഡ് ഫിലിം കമ്പനിയാക്കി മാറ്റി. പിന്നെ ഈ പിക്സാറും സ്റ്റീവ് ജോബ്സിനെ കുറിച്ചും പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന വേറൊരു സ്റ്റോറി എന്ന് പറയുന്നത്, പിക്സാറിൻ്റെ ആ ഒരു ഇനീഷ്യൽ ഫേസിൽ സ്റ്റീവ് ജോബ്സ് ഫേസ് ചെയ്ത വലിയൊരു ബുദ്ധിമുട്ടാണ് ഈ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള ആളുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും റിലേഷൻഷിപ്പും വളരെ മോശമാണ്. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല, കമ്മ്യൂണിക്കേഷനിൽ തന്നെ ഒരുപാട് ഗ്യാപ്പുകൾ വരുന്നു. അപ്പോൾ ഇതെങ്ങനെ ഒഴിവാക്കാമെന്ന് അദ്ദേഹം ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നൊരു ആശയമാണ് അട്രിയം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്സാർ ആദ്യം പല ബിൽഡിങ്ങുകളിലായിരുന്നു. അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു അട്രിയം ബിൽഡ് ചെയ്ത് ബേസിക്കലി വാഷ്റൂംസ് എല്ലാം ഒരു സ്ഥലത്താക്കി.
അപ്പോൾ എല്ലാ ദിവസവും എല്ലാവരും വരുന്നൊരു സ്ഥലമാണ് വാഷ്റൂം. അവിടെ വെച്ച് ആളുകൾ മീറ്റ് ചെയ്യുന്നു, അവിടെ വെച്ച് ആളുകൾ സംസാരിക്കുന്നു. അട്രിയത്തിൽ തന്നെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, അട്രിയത്തിൽ തന്നെ സൂപ്പർ മാർക്കറ്റുകളുണ്ട്. അട്രിയത്തിൽ എല്ലാ കാര്യങ്ങളിലും ചെയ്യാനായിട്ട് ആളുകൾ വന്നു കൂടേണ്ട ഒരു സ്ഥലമാണ് അട്രിയം. അപ്പോൾ പല ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകൾ അവിടെ വരുന്നു, ഇരിക്കുന്നു, കാണുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വെൻ പീപ്പിൾ സീ തിങ്സ് ഹാപ്പൻ. അപ്പോൾ ആളുകൾ കാണാനും സംസാരിക്കാനും ബന്ധപ്പെടാനുമുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുത്തപ്പോഴാണ് പിക്സാറിലെ ആ മാജിക് ക്രിയേറ്റ് ആക്കിയതെന്ന് ഏതൊരു ഇന്റർവ്യൂവിൽ അദ്ദേഹം അത് ബേസിക്കലി സ്വന്തമായി ഇന്നോവേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസോ ടൈമോ ആണ്. എങ്കിൽ കൂടെയും ഓപ്പണായ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം, സമയം കിട്ടുമ്പോൾ ആളുകൾ പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നു, പുതിയ പ്രശ്നങ്ങളെ അവതരിപ്പിക്കുന്നു, അതിൻ്റെ പരിഹാരങ്ങൾ കൊണ്ടുവരുന്നു. ഒരു പക്ഷേ ഈ സൈക്കോളജിക്കൽ സേഫ്റ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻ്റെ ടീമിനെ ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് ഗൂഗിൾ അരിസ്റ്റോട്ടിൽ പ്രൊജക്റ്റ് ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് എക്സ്പെരിമെൻറ്റ്സ് വിത്ത് മില്യൺസ് ഓഫ് ഡാറ്റ ചെയ്തത് വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. എത്രമാത്രം സേഫ്റ്റി ഞാൻ ഫീൽ ചെയ്യുന്നു, എത്രമാത്രം ട്രസ്റ്റ് ഞാൻ ഫീൽ ചെയ്യുന്നു. എൻ്റെ റിപ്പോർട്ടിംഗ് ഓഫീസറാകട്ടെ, എൻ്റെ കൊളീഗ്സ് ആകട്ടെ, എൻ്റെ ടീമാകട്ടെ, അവരുമായി എത്രമാത്രം ധൈര്യപൂർവ്വം എനിക്ക് സംസാരിക്കാൻ സാധിക്കും. നിങ്ങൾക്കറിയാമോ, 92% ആളുകൾക്കും അവരുടെ നല്ല ശീലങ്ങൾ നിലനിർത്താൻ കഴിയുന്നില്ല. കാരണം അവർക്ക് മടിയുള്ളത് കൊണ്ടല്ല, അത് ചെയ്യാനൊരു മൈക്രോ സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടാണ്. മൈക്രോ അസൻ മെത്തേഡ്, അതിൻ്റെ രണ്ടാമത്തെ പടി നിങ്ങളെ മൈക്രോ ഹാബിറ്റ്സ് എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു. ഇത് സാധാരണ ടിപ്സുകളൊന്നുമല്ല, ഇത് നമ്മുടെ തലച്ചോറിന് എളുപ്പമുള്ള വഴികളാണ്. മടിയില്ലാതെ, ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഇനി നമുക്ക് പുതിയ ശീലങ്ങൾ തുടങ്ങാം. വെറും 2 മിനിറ്റിൽ ശീലങ്ങൾ ജീവിതത്തിൽ ഉറപ്പിക്കാനുള്ള മൈക്രോ ആങ്കേഴ്സ്. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിന് ഇഷ്ടമുള്ള റിവാർഡ് നൽകി ശീലങ്ങൾ സ്ഥിരമാക്കാം. മൈക്രോ ട്രിഗേഴ്സ് വഴി നിങ്ങളുടെ ശീലങ്ങൾ ഓട്ടോമാറ്റിക്കായി മാറ്റാനുള്ള വിദ്യ. നമ്മളെ തന്നെ ട്രാക്ക് ചെയ്യാനുള്ള മൈക്രോ അക്കൗണ്ടബിലിറ്റി വഴികൾ. ഈ മൈക്രോ ഹാബിറ്റ് സ്ട്രക്ചർ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ ഡിസിപ്ലിൻ അത് സ്വാഭാവികമായി സംഭവിച്ചോളും. നിങ്ങളുടെ ശീലങ്ങളെ ഓട്ടോ പൈലറ്റിലാക്കാനുള്ള ഈ 45 മിനിറ്റ് കൺസൾട്ടേഷനായി ഇപ്പോൾ തന്നെ സൈനപ്പ് ചെയ്യുക.